എൻ്റെ പൊന്ന് ഫിറോസ്, സാമാന്യ യുക്തി ഉപയോഗിക്കും. മരത്തിന്റെ ഇല കൊഴിഞ്ഞു പോയാൽ, അവസാനത്തെ ഇലയാണ്ട് കൊഴിഞ്ഞു പോയാൽ എവിടെ പോയിട്ടാണ് ഇതിൽ ചിത്രം വരയ്ക്കുക? ഒരു ചുമരിൽ ചിത്രം വരയ്ക്കാം. മരത്തിലെ ഇല കൊഴിഞ്ഞു പോയാൽ എവിടെ പോയിട്ടാണ് ഇയാൾ ഈ ചിത്രം വരയ്ക്കേണ്ടത്? ഇന്ന് നിയമസഭയിൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ് നടത്തിയ പ്രസംഗത്തിലെ 2 വെഡിത്തങ്ങളാണ് ഇന്ന് ഈ വീഡിയോക്ക് ആധാരം. ആദ്യത്തെ വെഡിത്തം രണ്ടാമത്തെ വെഡിത്തം ആദ്യവും പറയാം. എന്താണെന്നല്ലേ? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇവർ പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് ഇവർ പറഞ്ഞു. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് അവർക്ക് സഞ്ചരിക്കാൻ പ്രചോദനമായ പ്രിയദർശിനി പദ്ധതിയല്ലേ സർ യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി? എൻ്റെ നാട്ടിലെ 4 സ്ത്രീകൾ അവരെന്നോട് പറഞ്ഞു, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് നിന്ന്, മാഡം, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് നിന്ന് അവർ ഗവിയിലേക്ക് KSRTC-യിൽ പോയി ഗവി കണ്ട് തിരിച്ചു വന്നു. അവർ യാത്ര ചെയ്യട്ടെ, അതല്ലേ സ്ത്രീ സുരക്ഷാ പദ്ധതി? മൂപ്പര് പറയാണ്, സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പെൻഷനല്ല, ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്രയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിനാകെ വരുന്ന ചെലവ് എത്രയാണ് ഫിറോസെ? ഫിറോസ് പറയണ്ട, ഞാനും പറയുന്നില്ല. പറയാൻ ആധികാരികമായിട്ട് പറയേണ്ട ആരാണ്? ധനമന്ത്രിയാണ്. അതായത് മുഖ്യമന്ത്രി കൂടിയായുള്ള വി.ഡി. സതീശനാണ്. മൂപ്പര് ഇത് കൃത്യമായിട്ട് ബജറ്റിൽ തന്നെ പറയുന്നുണ്ട്. അതാദ്യം ഒന്ന് കേട്ടിട്ട് വരാം. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC-യിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷേമ പദ്ധതികൾ സർ, അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പ്രതിമാസ ഓണറേറിയം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതിന് 66.20 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച് 9000 രൂപയിൽ നിന്ന് 12000 രൂപയാക്കി ഉയർത്തി. ഇതിന് 78.40 കോടി രൂപ വകയിരുത്തുന്നു. പാചക തൊഴിലാളികളുടെ വിദ്യാലയങ്ങളിലെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 13.30 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെയും ആയമാരുടെയും സേവനങ്ങൾ മാനിച്ച് അവരുടെ പ്രതിമാസ ഓണറേറിയം നിലവിലുള്ള തുകയേക്കാൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇതിനായി 4.72 കോടി രൂപ വകയിരുത്തുന്നു. എന്ന് വെച്ചാൽ സൗജന്യ യാത്രക്ക് മാത്രമല്ല, ബാക്കിയുള്ള ചില പദ്ധതികളുണ്ടല്ലോ, കയ്യടി ഇഷ്ടം പോലെ കിട്ടിയ, അതിനെല്ലാം കൂടി ഒരു വർഷം വരുന്ന ചെലവ് 762 കോടിക്ക് താഴെയാണ് എന്നല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. 762 കോടി രൂപ ഒരു വർഷത്തിൽ ആകെ ചെലവ് വരുന്ന പരിപാടികളാണ്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, അതേപോലെ തന്നെ ആശാ വർക്കർമാർക്കുള്ള ഇൻക്രിമെന്റ്, അംഗനവാടി ടീച്ചർമാർക്കുള്ള ഇൻക്രിമെന്റ്, പാചക തൊഴിലാളികൾക്കുള്ള ഇൻക്രിമെന്റ് എല്ലാം കൂടി ഒരു വർഷം സർക്കാരിന് അഡീഷണൽ ആയിട്ട് വരുന്ന ചെലവ് 762 കോടിക്ക് താഴെ. ഇനി നീ പുച്ഛത്തോടെ പറഞ്ഞ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്താണ്? എത്ര ലക്ഷം ആളുകളാണ് അതിൻ്റെ അർഹരായിട്ടുണ്ടാവുക? ആദ്യമേ പറയട്ടെ, 31 ലക്ഷം വരുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ട 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക. എന്നാൽ തുടക്കത്തിൽ അത്രയും ആളുകൾ അപേക്ഷിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? വ്യാപകമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഇതിൻ്റെ വിജ്ഞാപനം വന്നത്. വ്യാപകമായിട്ട് മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞ് ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ ഒരു പെൻഷനും കൊടുക്കാൻ പോകുന്നില്ല, വെറുതെ അപേക്ഷ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പല ആളുകളെയും മുടക്കി. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ 10 ലക്ഷത്തോളം ആളുകളാണ് ഇതിനെ അപേക്ഷിച്ചത്. അവർക്ക് ആദ്യ മാസം കിട്ടിയപ്പോൾ പലരും മനസ്സിലാക്കി ഇത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ മാസം ആയപ്പോഴേക്ക് വീണ്ടും 8 ലക്ഷത്തോളം ആളുകൾ വീണ്ടും അപേക്ഷിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 മാസങ്ങളിൽ 18 ലക്ഷത്തോളം ആളുകളാണ് ഇതിൻ്റെ അപേക്ഷകരായി വന്നത്. യഥാർത്ഥത്തിൽ വരേണ്ടത് 31 ലക്ഷം ആളുകളാണ്. സർക്കാരിൻ്റെ കയ്യിൽ ഈ പറയുന്ന BPL കുടുംബങ്ങൾ, അതായത് റേഷൻ കാർഡ് മഞ്ഞയോ പിങ്കോ ആയിട്ടുള്ള ആളുകളാണ് BPL, പാവപ്പെട്ട സ്ത്രീകൾ, അവർക്ക് 1000 രൂപ ലഭിക്കുന്ന പരിപാടിയാണ്. 31 ലക്ഷം സർക്കാരിൻ്റെ കണക്കിലുണ്ട്. 31 ലക്ഷം ആളുകൾക്ക് 1000 രൂപ വീതം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാസം 310 കോടി. 310 ഗുണം 12 ഒരു വർഷം എത്ര വരും? 3720 കോടി. അത് അന്ന് ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ നിന്നാണ് ആ പരിപാടി അങ്ങോട്ട് നിർത്തലാക്കിയിട്ട്, എന്ന് വെച്ചാൽ 3720 കോടി ഇല്ലാതാക്കിയിട്ടാണ് സതീഷിന് ഈ പറയുന്ന 762 കോടിയിൽ താഴെ ചെലവ് വരുന്ന ഈ ചില പരിപാടികൾ നടപ്പിലാക്കിയിട്ട് കയ്യടി വാങ്ങിയത്. ഇതാണ് സതീശൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പലരും നിങ്ങളെയും നിങ്ങളുടെ പാർട്ടീനെയും ചില മൃഗങ്ങളെ പേര് ചേർത്ത് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ വെട്ടിത്തണ്ടെന്നല്ലേ, അത് ആദ്യം പറഞ്ഞതാണ്. സാധാരണ ഇത്തരം നിയമസഭകളിലൊക്കെ പ്രത്യേകിച്ച് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുമ്പോൾ ചില മഹാന്മാരുടെ ആപ്തവാക്യങ്ങളോ അല്ലെങ്കിൽ ചില കഥകളോ കവിതകളോ ഒക്കെ കോട്ട് ചെയ്യാറുണ്ട്.
അത്തരത്തിൽ കോട്ട് ചെയ്തതാണ്. അത് അതിലേറെ വലിയ അബദ്ധമായി. ആദ്യം ആ ഭാഗം ഒന്ന് കേട്ടിട്ട് വരാം. പോയൻട്രിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന ഒരു ചെറുകഥ ന്യൂമോണിയ ബാധിച്ച് അത്യാസന്ന നിലയിൽ കഴിയുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കുട്ടി തൻ്റെ തെരുവിൻ്റെ സമീപത്തുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇല കൊഴിയുന്ന ഒരു മരം കാണും. ആ മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് ഇല കൊഴിയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് മരിച്ചു പോകുമെന്നാണ് ആ കുട്ടി വിചാരിച്ചിരുന്നത്. ഓരോ ദിവസവും ഇല കൊഴിയും, ആ കുട്ടി മരണത്തോട് അടുത്തു നീങ്ങും. അവസാനം ഒരില മാത്രം ബാക്കിയായി. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ആ ഇല കൊഴിയുമെന്നും ഞാൻ മരിച്ചു പോകുമെന്നും ആ കുട്ടി ഉറച്ചു വിശ്വസിച്ചു. നേരം പുലർന്നപ്പോൾ ആ ഇല കൊഴിഞ്ഞില്ല. തൊട്ട് പിറ്റേ ദിവസവും ഇല കൊഴിഞ്ഞില്ല. പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഈ കുട്ടിക്ക് പ്രതീക്ഷയായി. അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. രോഗം മാറി, പൂർണ്ണ ആരോഗ്യവതിയായി. നാട്ടുകാർ അന്വേഷിച്ചു എങ്ങനെയാണ് ഈ ഇല കൊഴിയാതിരുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കലാകാരൻ തൻ്റെ മാസ്റ്റർ പീസായ ഒരു ചിത്രം ഒരു ഇലയുടെ രൂപത്തിൽ അവിടെ വരച്ചു വെക്കുകയായിരുന്നെന്ന്. സർ, ഓൻട്രിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന ചെറുകഥയിലെ ആ ഇല പോലെ കേരളത്തിലെ മരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 10 കൊല്ലമായി മരിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന മാസ്റ്റർ പീസ് ബജറ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇനി എന്താണ് ഇതിലെ വിഡ്ഢിത്തം എന്നല്ലേ? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഈ കഥ ഇയാൾ വായിക്കാതെയാണ് ഇയാൾ ഇത് കോട്ട് ചെയ്ത് പറഞ്ഞത്. രണ്ടാമത്തത്, ഈ കഥയെ ബജറ്റുമായി കോട്ട് ചെയ്താണ് അതിനേക്കാൾ വലിയ പൊട്ടത്തരം. രണ്ടും പറയാം. ആദ്യം ഈ കഥ എന്തായിരുന്നു? 2 കലാകാരികളായിട്ടുള്ള, ചിത്രം വരക്കാരിയായിട്ടുള്ള 2 പെൺകുട്ടികളുടെ കഥയാണ്. സ്യൂ ജോൺസി എന്ന് 2 പേരുള്ള പെൺകുട്ടികൾ. വളരെ പോപ്പുലർ ആയിട്ടുള്ള കഥ കേട്ടോ, ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ്. ഈ സ്യൂ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരിയായുള്ള ജോൺസിയും കൂടി നാട്ടിൽ കടം കയറിയിട്ട് അവർ നാട് വിട്ട് വന്നത് ന്യൂയോർക്കിലെ ഒരു ഗ്രാമത്തിലാണ്. നിറയെ കലാകാരന്മാരുള്ള ഗ്രാമത്തിലാണ് വന്നത്. അവിടെ അവർ ഒരു ഫ്ലാറ്റിനകത്ത് റൂം എടുത്ത് താമസം ആരംഭിച്ചു. കലാകാരന്മാരുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവരുടെ പാഷനുമായി ബന്ധപ്പെട്ട ഒരു ജോലി പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ ജോലി കിട്ടിയില്ല. പക്ഷേ ഫ്ലാറ്റിൻ്റെ വാടക കൊടുക്കാൻ, ഭക്ഷണത്തിനുമായിട്ട് മറ്റ് ജോലികൾക്ക് അവർ രണ്ടുപേരും പോകാൻ തുടങ്ങി. ഇതിനിടയിലാണ് അവിടെ ന്യൂമോണിയ പലർക്കും ബാധിക്കാൻ തുടങ്ങിയത്. ഈ ജോൺസി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചു. അവളെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ അവൾ വല്ലാണ്ട് മരണത്തെ ഭയപ്പെട്ടു. ഇവളെ വീട്ടിലാക്കിയിട്ട് സ്യൂ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഫ്ലാറ്റിലെ ഉയർന്ന നിലയിലാണ് അവർ താമസിക്കുന്നത്. ജോലിക്ക് പോകുമ്പോൾ അവളുടെ റൂമിലുള്ള ഓപ്പോസിറ്റുള്ള ജനൽ തുറന്നിട്ട് കൊടുക്കും. ശുദ്ധവായു ശ്വസിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തുറന്നിട്ട് കൊടുക്കും. പക്ഷേ ആ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കാഴ്ചകളൊന്നും കാണില്ല. അപ്പുറത്തെ ചുമരിലെ ഒരു വള്ളിച്ചെടി മാത്രമാണ് ഇവൾക്ക് കാണുന്നത്. ആ വള്ളിച്ചെടിയിലെ ഇലകൾ വെറുതെ കൗതുകത്തിന് എണ്ണി തുടങ്ങി ജോൺസി. വെറുതെ കിടക്കല്ലേ. അങ്ങനെ എണ്ണി തുടങ്ങുമ്പോൾ ഓരോ ദിവസവും അവൾ എണ്ണുമ്പോൾ അവൾ മനസ്സിലായത് ഓരോ ദിവസവും ഓരോ ഇല ഇതാണ് പൊഴിയുന്നത്. ജോൺസിക്ക് തോന്നി അതെൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവുമാണെങ്കിലോ, അവസാനത്തെ ഇല കൊഴിയുന്നതോടുകൂടി ഞാൻ മരിക്കുമായിരിക്കും. അങ്ങനെ ആ വിശ്വാസം അവളിൽ അടിയുറച്ചു. ഇക്കാര്യം ഇവൾ കൂട്ടുകാരിയോട് പറഞ്ഞു. കൂട്ടുകാരി അവളെ വഴക്ക് പറഞ്ഞു, വേണ്ടാത്ത ചിന്തകളൊക്കെ വിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവൾ ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഈ ആശങ്ക അതേ ഫ്ലാറ്റിലുള്ള വൃദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബർമാൻ എന്നാണ്. ഈ ബർമാനുമായിട്ട് ഇത് പങ്കുവച്ചു. ഈ PK ഫിറോസ് പറഞ്ഞമാതിരി വളരെ പോപ്പുലറായിട്ടുള്ള ചിത്രകാരനില്ല, ഒരാളും അറിയാത്ത ഒരു ചിത്രകാരൻ. അയാൾക്ക് ഒരു മാസ്റ്റർ പീസും അതുവരെ വരക്കാൻ കഴിഞ്ഞില്ല. ബർമാനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ബർമാൻ പറഞ്ഞു, കൂട്ടുകാരിയെ തിരുത്തണം. കാരണം ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ മരണത്തിന് കീഴ്പ്പെട്ടേക്കാം. അതുകൊണ്ട് നീ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ്. പക്ഷേ ഇവളെത്ര ആവർത്തിച്ചിട്ടും അവൾ വിശ്വസിച്ചത് ഇതെൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളാണ്, അവസാനത്തെ ഇലയും കൊഴിയുന്നതോടുകൂടി ഞാൻ മരിച്ചു പോകുന്നത്. അങ്ങനെ ആ ദിവസം വന്നു, ഒരു ഇല മാത്രമുള്ള ദിവസം. പിറ്റേ ദിവസം ആ ഇലയും കൊഴിയുന്നതോടുകൂടി ഞാൻ മരിക്കുമെന്ന് ജോൺസി ഉറച്ചു വിശ്വസിച്ചു. അവളുടെ സുഹൃത്തായിട്ടുള്ള സ്യൂ വല്ലാണ്ട് ഭയപ്പെട്ടു. അന്ന് ജനലടച്ചു. അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ദിവസം അതീവ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലൊക്കെ ഉണ്ടായി. സ്യൂ ഉറപ്പിച്ചു ഈ കാറ്റത്ത് ആ കൊഴിയാത്ത ഇലയാണെങ്കിലും കൊഴിഞ്ഞു പോകുന്നു. പിറ്റേ ദിവസം ഇവൾ കൂട്ടുകാരി നിർബന്ധിച്ചപ്പോൾ സ്യൂ ആ ജനൽ തുറന്നു. ഭാഗ്യം, ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇല കൊഴിഞ്ഞില്ല, അതേപോലെ നിന്നു. ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. വളരെ വൈകാരികമാണ് ഇപ്പോഴും ഈ കഥ പറയുമ്പോൾ. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വെച്ചാൽ അവളുടെ അസുഖം മാറി. ഇവർ രണ്ടുപേരും ഈ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഈ വൃദ്ധനം കാണാൻ പോകുമ്പോഴാണ് അയാൾ ന്യൂമോണിയ ബാധിച്ചു കിടക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ആ സത്യം പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഇല ആ മഴയത്ത് കൊഴിഞ്ഞു പോയിരുന്നു. അത് കൊഴിഞ്ഞു പോകുമെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് അവിടെ ഒരു കോണി ചാരി വെച്ച് ആ ചുമരിൽ ആ രാത്രി മുഴുക്കെ നിന്ന് കൊഴിഞ്ഞുപോയ ഇലയുടെ സ്ഥാനത്ത് അതേപോലുള്ള ഒരു ഇല ഞാൻ വരച്ചു വെച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു
മാസ്റ്റർ പീസ് രചനയും എനിക്ക് വരയ്ക്കാനായിട്ടില്ല. ആരും എന്നെ അറിയില്ല, ഒരു പോപ്പുലർ ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഈ ഇല വരച്ചതാണ് എൻ്റെ ജീവിതത്തിലെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നു. അയാൾ മരിച്ചു പോവുകയാണ്. ഇതാണ് ആ കഥയുടെ സാരാംശം. ഇതിനെയാണ് PK ഫിറോസ് പറഞ്ഞത്. താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്ത് ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിലെ ഇലകൾ, എൻ്റെ പൊന്ന് ഫിറോസ്, സാമാന്യ യുക്തി ഉപയോഗിക്കും. മരത്തിൻ്റെ ഇല കൊഴിഞ്ഞു പോയാൽ, അവസാനത്തെ ഇലയാണ് കൊഴിഞ്ഞു പോയാൽ എവിടെ പോയിട്ടാണ് ഇതിൽ ചിത്രം വരയ്ക്കുക? ഒരു ചുമരിൽ ചിത്രം വരയ്ക്കാം. മരത്തിലെ ഇല കൊഴിഞ്ഞു പോയാൽ എവിടെ പോയിട്ടാണ് ഇയാൾ ഈ ചിത്രം വരയ്ക്കേണ്ടത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാൾ ഈ കഥ വായിച്ചില്ല. PK ഫിറോസ് ആ കഥ വായിച്ചില്ല. ഇനി PK ഫിറോസ് ഇത് കോട്ട് ചെയ്ത് എന്തിനാണ്? ബജറ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനാണ്. ഈ കഥയിൽ പറഞ്ഞെന്താണ്? ഇല്ലാത്ത ഇല ഉണ്ടാക്കി കാണിക്കുക ചെയ്തിട്ടുള്ളത്. ഇതിനെ ഈ ബജറ്റായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം വരിക? ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കാണിച്ചിട്ട് ജനങ്ങളെ കൊതിപ്പിക്കുക. ഇയാൾ ഈ പറയുന്ന പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടുവന്നു പറഞ്ഞത് വാസ്തവം. പക്ഷേ അത് ഇല്ലാത്ത ഇല ഉണ്ടാക്കി കാണിച്ചതാണ്. അത് ഈ കുട്ടിക്കും ബോധ്യപ്പെട്ടു. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇതിനെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഥ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അസാമാന്യ തൊലിക്കട്ടി വേണം. വെറുതെ അല്ല ഫിറോസെ നിങ്ങളെ ആളുകൾ, നിങ്ങളെ പാർട്ടിയെ, നിങ്ങളെയൊക്കെ ഈ ചില നാൽക്കാലികളെ പേര് ചേർത്ത് എന്നോട് ദേഷ്യം തോന്നിയത് കാര്യമില്ല. എന്താ അത് വിളിക്കാൻ കാരണം എന്നറിയോ? ഈ നാൽക്കാലി മൃഗങ്ങളുടെ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് മനുഷ്യൻ്റെ ഈ വിവേചന, അതായത് തിരിച്ചറിയാനുള്ള കഴിവാണ്. മനുഷ്യന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള പല അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ തൊഴുത്തി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ അപ്പിടും, അവിടെ തന്നെ മൂത്രമൊഴിക്കും. അതിനറിയാം ഞാൻ ഇവിടെ തന്നെ കിടക്കേണ്ടതെന്ന്. എന്നാലും അതേ ആ വൃത്തിയായിട്ട് ആ സ്ഥലത്ത് അവിടെ തന്നെ അപ്പിയിട്ട് ആ ചാണകത്തിൽ തന്നെ പോയി കിടക്കും. ആ തിരിച്ചറിവില്ലാത്ത സമയത്ത് മനുഷ്യന് ഇപ്പോൾ 1 വയസ്സോ 1.5 വയസ്സോ വരെ നമ്മളൊക്കെ അതേപോലെ കിടന്നിടത്ത് കിടന്നിട്ട് മൂത്രമൊഴിച്ച് അതേപോലെ അപ്പിയൊക്കെ ഇട്ടുണ്ടാവും. പക്ഷെ തിരിച്ചറിവ് വരുന്ന സമയത്ത് 1.5-2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മനസ്സിലാവും ഇതിന് പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഇത് സാധിക്കാവുന്നു. എന്നാൽ പശുവിന് ഇനി എത്ര വയസ്സായാലും പശുവും കാളയൊക്കെ അവിടെ തന്നെ അപ്പിയിട്, അവിടെ തന്നെ മൂത്രയിക്കുക. കാരണം എന്താ? തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരം തിരിച്ചറിവില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളെ നാട്ടുകാരിങ്ങനെ ഈ മൃഗത്തിൻ്റെ പേര് ചേർത്ത് വിടുന്നത്. അല്ലാതെ എന്താ പറയുക? ഒരു ബജറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പറയേണ്ട കാര്യമാണത്. സാമാന്യ യുക്തി ഉപയോഗിക്കേണ്ടത്. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.